ഹലോ, നമുക്കിന്ന് വെട്ടേണ്ടത് ഒരു സാധാ ബ്ലൗസാണ്. സാധാ എന്ന് പറയുമ്പോൾ കട്ടിങ് ഉണ്ട്, റൗണ്ട് നെക്കാണ്, ഹാഫ് പാൻറ്റാണ്, ഒരു സാധാരണ ബ്ലൗസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരളവിന് 3 ബ്ലൗസാണ് വെട്ടേണ്ടത്. അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ. 3 ബ്ലൗസ് ഒരുമിച്ച് വെച്ച് നിങ്ങൾക്ക് വെട്ടുന്നത് കാണിച്ചു തരാം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പം നമുക്ക് ഈ 3 ബ്ലൗസും കൂടെ ഒരുമിച്ച് ഇങ്ങനെ എടുക്കാം. അതായത് ഒരുമിച്ച് വെച്ച് മടക്കാം. ഒരുമിച്ച് ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ 1, 2, 3 പാർട്ടായിട്ടേ ഇടുകയുള്ളൂ. കാരണം ഒരുപാട് നീളമുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാനും ബോറടിക്കും. അതുകൊണ്ട് നമുക്കും അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ചെറിയ പോർഷനായിട്ടായിരിക്കും ഞാൻ ഇടുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോയും കാണാൻ പറ്റുന്നതായിരിക്കും. ദയവ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ സമയക്കുറവ് കാരണമാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാ വീഡിയോയും ഇട്ട് തരുന്നതായിരിക്കും. എനിക്ക് ഈസി ആയിട്ട് പഠിക്കാൻ കഴിയുന്നത് 3 ബ്ലൗസാണ്. 3 ബ്ലൗസ് നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് ഇത് കണ്ട, ഇത് വിളുമ്പ് വശമാണ്, ഇത് നമ്മൾ കട്ട് ചെയ്യുന്ന വശമാണ്. ഇതെല്ലാം 1 മീറ്റർ തുണി, 1 മീറ്റർ തുണി ആണ് ഉള്ളത്. ഒരു ബ്ലൗസിൻ്റെ തുണി 1 മീറ്ററാണ് ഉള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ മടക്കാം. അപ്പം നമുക്കിതിന് വേണ്ട അളവെന്ന് പറയുന്നത് ഇതിൻ്റെ അളവാണ് പിടിക്കേണ്ടത്. അതായത് ഈ ഒരു തുണ്ടിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എത്ര ഇഞ്ച് വണ്ണമുണ്ടോ ഒരു ബ്ലൗസിന്, അതിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് 4 ഭാഗമാണ് നമ്മൾ മടക്കി വെട്ടുന്നത്. അപ്പം നമുക്ക് ബ്ലൗസ് വെട്ടുമ്പോൾ 4 തുണ്ടും കിട്ടും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടത് ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് ഇത് 11 ഇഞ്ച് വണ്ണമാണ് കാണുന്നത്. അപ്പം 44 ഇഞ്ച് വണ്ണം, 44 ഇഞ്ച് വണ്ണമാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ചെസ്റ്റ് വണ്ണം 40 കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് വെട്ടേണ്ടത് ബാക്ക് പോർഷനാണ്. ബാക്ക് പോർഷൻ എന്ന് വെച്ചാൽ ബാക്ക് പോർഷൻ വെട്ടുന്നത് കാരണം നമുക്ക് ചിലപ്പോൾ തുണി ഒരുപക്ഷെ തികഞ്ഞില്ല എങ്കിൽ നമുക്കൊരു പീസ് എവിടെയെങ്കിലും ഇടണമെങ്കിൽ ബാക്ക് പോർഷനിൽ ഇടാൻ പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ടിൽ എവിടെയെങ്കിലും സാരി ഇടുന്ന ഭാഗത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, എന്തെങ്കിലും തുണി തികയാതെ വന്ന് ഒരു സെപ്പറേറ്റ് പീസ് ഇട്ട് കൊടുക്കണമെങ്കിൽ ഈ ഇടത് ഭാഗത്തുള്ള പീസിൽ മാത്രമേ വെക്കാവൂ. ഇതൊന്ന് വലത് ഭാഗത്തിൻ്റെ ഏകദേശം 1/4 ഭാഗത്തോളം സാരി ഇപ്പോൾ ഉള്ള ആൾക്കാർ ചിലപ്പം സാരി താഴ്ത്തിട്ട്, അപ്പോൾ നമുക്ക് ഈ വലത് ഭാഗത്തിൻ്റെ 1/4 ഭാഗത്തോളം പുറത്ത് കാണുന്നതുകൊണ്ട് കഴിയുന്നത് നിങ്ങൾ ഇടത് ഭാഗത്ത് പീസ് ഇട്ടാൽ കാണാൻ പറ്റത്തില്ല. വേറെ കളർ ഇട്ടാൽ പോലും കാണാൻ പറ്റത്തില്ല. കസ്റ്റമറുടെ അനുവാദത്തോടുകൂടെ കേട്ടോ. ഇവിടെ നിന്ന് നമുക്കിപ്പോൾ ഇറക്കാം, മൊത്തത്തിൽ ഇറക്കാം 15 ഇഞ്ചാണ് കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചുകൊണ്ടെടുക്കുക. ഈ ചുരുങ്ങിയൊക്കെ ആയിരിക്കും അളവ് കൊണ്ടുവരുന്നത്. 15 ഇഞ്ചാണ്. അപ്പോൾ 15 ഇഞ്ചും 11 ഇഞ്ച് ഒരു പീസിൻ്റെ വണ്ണം. അപ്പം നമുക്ക് 1 ഇഞ്ച് കൂടുതലിട്ട് 12 ഇഞ്ച് എടുക്കാം. പിന്നെ ഇറക്കം 15 ഇഞ്ചിൽ 1/2 ഇഞ്ച്, ഒരു 1/4 ഇഞ്ച് കൂട്ടിയിടണം. മുകളിലും താഴെയായിട്ട് തയ്യൽ തുമ്പ് പോകും കേട്ടോ. അപ്പോൾ 15 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പിനോട് ചേർക്കും. 15 അര ഇട്ടാൽ മതി. 1/4 ഇഞ്ച് പോയിട്ടാണ് തയ്യൽ തുമ്പ് പോകുന്നത്. ഒരുപാട് കൂട്ടിയിട്ടാലും അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇറക്കം കൂട്ടാൻ പറയും, ചിലർക്ക് വേണ്ട. അപ്പം നമുക്കിത് വരയ്ക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ കഴുത്തിൻ്റെ ലെന്ത് നോക്കാം. കഴുത്തിൻ്റെ ലെന്തെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നേരെ പിടിച്ചെടുക്കരുത്, വളച്ച് പിടിച്ചെടുക്കണം. ഇനി നിങ്ങൾക്ക് കഴുത്തിൻ്റെ ലെന്തിൻ്റെ ഇറക്കം നോക്കാം. വേറൊരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ ഇങ്ങനെയല്ലേ ഉള്ളത്. നിങ്ങൾ ഈ കുറുക്കിൻ്റെ ഇറക്കം നോക്കിയാൽ മതി. കണ്ടോ, ഈ കുറുക്ക് പീസ് കഴുത്തി വെട്ടിയിട്ട് ബാക്കിയുള്ള എത്രയാണോ ഒന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ടോട്ടൽ 15 ഇഞ്ച് ഇറക്കമാണുള്ളത് കേട്ടോ. ഇതിൽ തയ്യൽ തുമ്പെല്ലാം പോയിട്ടുള്ളതാണ്. അപ്പോൾ കറക്റ്റ് 15 ഇഞ്ച് ഇറക്കാം. 11 ഇഞ്ചിൽ 8 ഇഞ്ച് കുറുക്ക് ബാക്കുണ്ട്. ബാക്കി 7 ഇഞ്ച്. ആ 7 ഇഞ്ച് എടുത്താൽ പോരെ, കഴുത്തിന് എന്ത് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിൽ വരയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു 3 ഇഞ്ച് വൈഡ് കൊടുത്താൽ മതി. 3 ഇഞ്ച് മതി, അല്ലെങ്കിൽ കുറച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പോൾ 3 ഇഞ്ച് വൈഡ്. എന്നിട്ട് നമ്മൾ അതിനെ സ്ക്വയറായിട്ട് വിട്ട്, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലൊരു ചെറിയ സ്കെയിൽ എടുക്കാം. അപ്പോൾ നമ്മൾ സ്ക്വയറായിട്ട് ഇവിടെ 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ 3 ഇഞ്ച് ഈ സൈഡ് കാണാവോ? നമുക്ക് 7 ഇഞ്ച് കഴുത്തെടുത്തു. ഇവിടെ 3 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്കെയിൽ എടുക്കാം. എന്നിട്ട് ഇവിടെ 3 ഇഞ്ച് നമ്മളിങ്ങനെ ഒരു വര കൊടുത്തു. അടുത്ത് നമ്മൾ 7 ഇഞ്ച്, കറക്റ്റ് 7 ഇഞ്ചിൽ. അപ്പോൾ ഇവിടുത്തെ തമ്മിൽ വ്യത്യാസമല്ല. കറക്റ്റ് 7 ഇഞ്ചിൽ നമ്മൾ ഇവിടെ ഒരു വര കൊടുത്തു. അപ്പോൾ ഇങ്ങനെ. എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം കഴുത്ത് വൈഡുള്ള ഒരാളിന് ഒരു 2.5 ഇഞ്ച് ഷോൾഡർ മതി. ഇതിലെത്ര കൊടുത്തെങ്കിലും നമുക്ക് നോക്കാം. 2.5 ഇഞ്ച് ഷോൾഡർ മതി കേട്ടോ. ഇതിൽ കൃത്യമായിട്ട് 2.5 ഇഞ്ച് ഷോൾഡറേ കൊടുത്തിട്ടുള്ളൂ. 2.5 ഇഞ്ച് ഷോൾഡറേ കൊടുത്തിട്ടുള്ളൂ കണ്ടോ, 2.5 ഇഞ്ച്. അപ്പോൾ 2.5 ഇഞ്ച് ഷോൾഡർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരി വീതിയായിപ്പോൾ കാണാൻ ഭംഗി കാണത്തില്ല. അപ്പോൾ 2.5 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തു. 2.5 എന്ന് പറയുമ്പോൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും. കഴുത്തിൻ്റെ ഭാഗം അടിക്കണം, റിഗാർഡ് കൈക്കുഴിയുടെ ഭാഗം അടിക്കണം. അപ്പം നമുക്ക് 1/2 ഇഞ്ച് പോകും. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 3 ഇഞ്ച് വെച്ച് എടുക്കണം. അപ്പം 2 സൈഡിലായിട്ട്
അല്ല 2.5 അര ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കണം. അപ്പോൾ 2 സൈഡ് 1/4 ഇഞ്ച് കാര്യം ചെയ്താൽ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ ടോട്ടൽ 3 ഇഞ്ച് എടുക്കണം. 3 ഇഞ്ച് അടയാളപ്പെടുത്തണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അളവെടുക്കേണ്ടത് ഇത് ബ്ലൗസിൻ്റെ അളവെടുക്കാനാണ് ഈ പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങളുടെ വീഡിയോ എല്ലാം മുടങ്ങാതെ കാണണം. ഞാൻ കഴിയുന്നതും ഭംഗിയായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. ഞാനത് തീർത്ത് തരാം. ഒരു സാധാരണ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ വീട്ടിൽ നിന്ന് പഠിക്കാൻ കണക്കിനുള്ളൊരു വീഡിയോ ആണിത്. അത് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഇതിപ്പോൾ നമുക്ക് കൈക്കുഴി എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ചാണ് കൈക്കുഴി ഉള്ളത്. 6.5 ഇഞ്ച് കേട്ടോ. 6.5 ഇഞ്ച് എടുത്തിട്ട് കൈ അവർക്ക് അത്യാവശ്യം വണ്ണമില്ല, ചെറിയ കുഞ്ഞു കൈയാണ്, അതുകൊണ്ടാണ് 6.5 ഇഞ്ച്. അപ്പം നമ്മൾ 6.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 6.5 ഇഞ്ച് എടുത്തു. എന്നിട്ട് നമ്മൾ 6.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം, അതായത് ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗം നിങ്ങൾ വരയ്ക്കേണ്ട, ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. അത് ബാക്കി വരുന്ന ഭാഗം വെട്ടിപ്പോകാനുള്ളത്. അപ്പം നമ്മൾ അവിടെയും ഇത് ഒരുപോലെ ഈ ബാക്കി വരുന്ന എത്ര നീളമുണ്ടോ അത്രയും നീളത്തിന് ഇവിടെയും നിങ്ങളിൽ വര കൊടുക്കണം. ഇത്രയും ഒരു വര കൊടുക്കണം. എന്നിട്ട് ഇവിടെ നിന്ന് 6.5 ഇഞ്ച് കൃത്യമായിട്ട് കൊടുത്ത് ഒരു വര കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. കാണാവോ? ഇത് ഇങ്ങനെ വരച്ചെടുക്കാം. അതായത് ഇങ്ങനെ ഇരിക്കും, കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ വരച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നമുക്ക് വേണമെങ്കിൽ കൈക്കുഴി ഫ്രണ്ട് കൈക്ക് ഈ സാധനം നിങ്ങൾ വാങ്ങി വെച്ചിരുന്നാൽ ഇത് കൊണ്ട് കൊടുക്കാം. പക്ഷേ ഇത് ബാക്ക് വെട്ടരുത്. ബാക്ക് വെട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിവിടെ പിടിക്കും. അപ്പോൾ ഇത് ഫ്രണ്ടിനുള്ളതാണ്, ഫ്രണ്ട് കൈക്കുഴി വെട്ടാനുള്ളതാണ് ഈ സാധനം കേട്ടോ. ഈ സാധനം ഇങ്ങനെ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫ്രണ്ട് കൈക്കുഴി വെട്ടാം. പക്ഷേ കൈക്കുഴി ഇതിൽ വെട്ടുമ്പോൾ നമ്മൾ നോക്കി വെട്ടണം. കാരണം ഈ കൈക്കുഴി വെട്ടിയെടുക്കുമ്പോൾ ഇതിൽ ഈ വളവ് ഒരു കൊടുത്തേക്കിനെ ഇങ്ങനെയാണ് പോകണം. അങ്ങനെ പോകുമ്പോൾ ഇവിടെ ഒരു ചെറിയ ലൂസ് ഒരു തുണ്ട് പോലെ ബാലൻസ് കിടക്കും. അതിനേക്കാളും നല്ല നിങ്ങളിങ്ങനെ സ്ക്വയറായിട്ട് വരച്ചിട്ട് വളച്ച് കൊടുത്താൽ മതി. നമ്മളെപ്പോഴും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ പഠിച്ച് കാരണം ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വല്ല ഒരു സുപ്രാതി അങ്ങ് പൊട്ടിപ്പോയി നമുക്ക് ഇത് ആരെങ്കിലും അല്ലെങ്കിൽ കാണാതെ പോയി നമുക്ക് തയ്ക്കണ്ടേ. അപ്പം നമ്മളെപ്പോഴും നാച്ചുറലായിട്ട് തയ്ക്കാൻ പഠിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ സാധാരണ സ്കെയിൽ ഉപയോഗിക്കാറില്ല, ഈ സാധനങ്ങളൊന്നും ഞാൻ എടുക്കാറില്ല. അളവെടുക്കും, ഈ ഒരു ചോക്ക് മാത്രം മതി. ഇതെനിക്ക് അത്യാവശ്യമുള്ള ഘടകമാണ് കേട്ടോ. ഇതും വേണം, ഈ മീറ്ററും വേണം, ഒരു കത്തിരിയും വേണം, എനിക്ക് തുണിയും വേണം, ഒരു മേശ കട്ട് ചെയ്യാനുള്ള മേശയും വേണം. ഇത്രയും മാത്രം മതി എനിക്ക്. പിന്നെ ചില സമയങ്ങളിൽ മുട്ടുപിന്നെ, ഇത് കോട്ടൺ ആയതുകൊണ്ട് മുട്ടുപിന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇത് കോട്ടൺ ആയതുകൊണ്ട് നമുക്ക് മുട്ടുപിന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നമുക്കിതിന് നമ്മൾ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വരച്ച് കണ്ട റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഈ മുക്ക് വരുന്ന ഭാഗം നമ്മൾ റൗണ്ട് ആക്കി കൊടുത്താൽ മാത്രം മതി. നല്ല കറക്റ്റ് റൗണ്ടിൽ ഞെക്കി കിട്ടും. അപ്പം നമുക്കിത് കട്ട് ചെയ്യാം. എൻ്റെ എളുപ്പം എന്നറിയാം, ഒരേപോലത്തെ അളവിന് ഒരു 10 പീസൊക്കെ നമുക്ക് ഒരുമിച്ച് കിട്ടിയാലും നല്ല കത്തിരിയാണെങ്കിൽ നമുക്ക് നല്ല ഇതാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ ഇവിടെ ഈ ഷോൾഡറിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി കൊടുക്കണം കേട്ടോ. 1/2 ഇഞ്ച് ഒരു കോണിച്ച് വിടണം. എന്നാലേ ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് വരല്ല, ഒരല്പം ചരിവ് വരണം. ഇവിടെ ഇങ്ങനെ ഒരല്പം ചരിവ്, നമുക്ക് ഷോൾഡറിന് അല്പം ചരിവല്ലേ, അതുകൊണ്ടാണ്. നമുക്ക് ഈ ഡാട്ട് വേണമല്ലേ. ഡാട്ടിനെടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഡാട്ടൊക്കെ വിട്ടാൽ നിങ്ങൾക്ക് ഈസിയാണ്. ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നേരെ പകുതിയായിട്ട് ഇങ്ങനെ പിടിക്കുക. ഈ ഷോൾഡർ പകുതിയാക്കിയിട്ട് നേരെ പിടിക്കുക. ഒരു ചെറിയ ഒരു കൊത്ത് കൊടുക്കുക ഇതുപോലെ. അപ്പോൾ നമുക്ക് അത് ഡാട്ടെടുക്കാൻ അറിയാൻ പറ്റും. ഡാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകത്തില്ല. നമുക്കിനി നൂത്ത് നോക്കാം. കണ്ടോ, നമ്മൾ കൃത്യമായിട്ടും കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട്, കൈക്കുഴി വെട്ടിയെടുത്തിട്ടുണ്ട്. കറക്റ്റ് അളവിന് ഡോട്ട് എടുക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഒരു കട്ടും തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ ബ്ലൗസിന് നിങ്ങൾക്ക് അളവ് നോക്കുമ്പോൾ ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് തയ്ക്കാൻ പഠിക്കണം. കാരണം ഒരിക്കലും നമ്മൾ കസ്റ്റമറുടെ ആവശ്യം അറിയാണ്ട് തയ്ക്കരുത്. നമ്മളൊരു തുണി തയ്ക്കുമ്പോൾ അവർക്ക് എന്താണോ ആവശ്യം അത് കണക്കാക്കി തയ്ക്കണം. ചിലപ്പം ഒരാളിന് ഡോട്ട് ബാക്കിലെടുക്കണ ഇഷ്ടം കാണില്ല, അപ്പോൾ അവർക്ക് എടുക്കരുത്. അപ്പോൾ അവരുടെ ഇഷ്ടം ചോദിച്ച് മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം പലർക്കും പല രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുന്നത്. കാരണം ഡ്രസ്സിനോട് ഭയങ്കര കമ്പമാണ് ആൾക്കാർക്ക്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് നമ്മൾ ഡ്രസ്സ് ധരിക്കാൻ പഠിക്കണം. അപ്പം നമ്മളിപ്പോൾ ബാക്ക് പീസ് വിട്ട് കഴിഞ്ഞു. ഇതിൻ്റെ ഫ്രണ്ട് പീസ് വിട്ടുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിരുന്നു. ദയവായി അത് വാച്ച് ചെയ്യാം. ഓക്കെ, നന്ദി, നമസ്കാരം.
എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത പീസുകളൊക്കെ വിട്ടപ്പോൾ നമുക്ക് കാണണം. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ. നിങ്ങൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.